ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഭവാനിയുടെ നിർദ്ദേശപ്രകാരം അഞ്ജന ഏതായാലും നല്ല രീതിയിൽ തന്നെ തകർത്തങ്ങ് അഭിനയിക്കുകയാണ്. ആകെപ്പാടെ ശ്വാസം മുട്ടുന്നൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. ജനറൽ ആശുപത്രിയുടെ കാഷ്വാലിറ്റി വിഭാഗത്തിന്റെ മുന്നിൽ നീള നിലവാഴിയിൽ അജയ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടക്കുകയാണ്. അവന്റെ മുഖത്ത് കനത്തു നിൽക്കുന്ന ആ ഒരു അസ്വസ്ഥതയും നെറ്റിയിലെ വിയർപ്പ് കണങ്ങളും ആ മനസ്സിന്റെ സംഘർഷം വിളിച്ചോതുന്നുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള ഇരിപ്പിടത്തിൽ തലയിലിങ്ങനെ കൈവച്ച് ആദ്യയോട് കൂടെ തന്നെ സത്യദാസും ഇരിക്കുന്നുണ്ട്. മനസ്സിൽ മുഴുവൻ ഭൂമികയുടെ മുഖമായിരുന്നു അജയുടെ മനസ്സിൽ. പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞതാണ്. അത്രയും പ്രധാനപ്പെട്ട കേസിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തെളിവാണ് അവൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അങ്ങോട്ടേക്ക് തിരിക്കാൻ തുടങ്ങിയ തൊട്ടു പിന്നാലെ നിമിഷമാണ് ഇങ്ങനെ തല കീഴായി അങ്ങ് മറിഞ്ഞത്. ഈ സമയത്തിന് അഞ്ജനയ്ക്ക് ഇങ്ങനെ സംഭവിക്കണമായിരുന്നോ എന്ന് അജയ് സ്വയം പിറുപിറുത്തു. പടിഞ്ഞാങ്ങൻ്റെ ഇങ്ങനെ പടിയിറങ്ങി വരുന്ന സമയത്തിന് അഞ്ജനയുടെ കാല് തിരിഞ്ഞതും നിലവിളിയോടുകൂടെ താഴേക്ക് പതിഞ്ഞതും കൺമുന്നിൽ നടന്ന കാര്യങ്ങളാണ്. ചോരയൊലിക്കുന്ന കയ്യും താങ്ങി പിടിച്ച് നിലവിളിച്ച ആ ഒരു അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുമ്പോൾ മനസ്സിലൊരു കോണിൽ ഭൂമിജയ്ക്ക് കൊടുത്ത ആ ഒരു വാക്കിങ്ങനെ കനലായി തന്നെ എരിയുന്നുണ്ടായിരുന്നു. അച്യുതന്റെ ക്രൂരമായ കൊലപാതകം. നിരപരാധിയായിട്ടും അഴിയെണ്ണേണ്ടി വന്ന ഭൂമിജയുടെ അമ്മ. ആ പാവം പെൺകുട്ടി അനുഭവിച്ച വേദനകൾക്ക് മുന്നിൽ താൻ നൽകിയ വാക്ക് പാലിക്കാൻ പറ്റാതെ പോയ കുറ്റബോധം അജയെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കാഷ്വാലിറ്റിയുടെ കഥക് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നത്. സത്യദാസ് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു. അജയും ഡോക്ടറും അടുത്തേക്ക് തന്നെ തിടുക്കത്തിൽ ചെന്നു. ഡോക്ടർ, അഞ്ജനയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ? സത്യദാസ് വേവലാതിയോട് ചോദിച്ചു. ഡോക്ടർ സ്റ്റെതസ്കോപ്പ് അങ്ങ് ഊരി മാറ്റിയൊന്ന് പുഞ്ചിരിച്ചു. പേടിക്കേണ്ട ഒന്നുമില്ല സത്യദാസ് സാറേ, വലിയ അപകടമൊന്നും പറ്റിയിട്ടില്ല. കയ്യിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. കുറച്ച് സമയം വിശ്രമിച്ചാൽ മതി. ബോധമൊക്കെ വീണിട്ടുണ്ട്. ഡോക്ടറുടെ വാക്ക് കേട്ടപ്പോഴാണ് സത്യദാസിനെ ശ്വാസം നേരെ വീണത്. എന്നാ അജയുടെ മനസ്സിൽ അപ്പോഴും തീ പുകയുന്നുണ്ടായിരുന്നു. ഭൂമിജ ഇപ്പോൾ എവിടെയായിരിക്കും? അവൾ സ്റ്റേഷനിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടാവോ? പോലീസ് സ്റ്റേഷന് മുന്നേ വലിയ പ്ലാവ് മരത്തിന്റെ മരത്തണലിൽ ഭൂമി ഇങ്ങനെ ആദ്യയോടുകൂടെ നിന്നു. ഒരു മിനിറ്റ് കടന്നു പോകുന്തോറും അവളുടെ നെഞ്ചിടിപ്പ് കൂടി വന്നു. ആകാശത്ത് കാർമേഘങ്ങളെ ഇരുണ്ടുകൂടാണ്. തണുത്ത കാറ്റ് അവളുടെ വസ്ത്രങ്ങൾ ഇങ്ങനെ ഉലച്ചുപോയി. ഫോണ് ബെല്ലടിച്ചപ്പോൾ ഭൂമിജ തിടുക്കത്തിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഭൂമി, ഞാൻ അജയാണ്. ആ അജയ് സാർ എവിടെയാ? ഞാൻ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ നിൽക്കുവാണ്. ഭൂമിജയുടെ ശബ്ദത്തിൽ ഉത്കണ്ഠ നിറഞ്ഞു. ഭൂമി, എനിക്ക് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റില്ല. ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ സമയത്ത് അഞ്ജനയ്ക്കൊരു ആക്സിഡന്റ് ഉണ്ടായത്. കോണിപ്പടിയിൽ നിന്നും വീണ് ഞാനിപ്പോൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലാണ്. ഭൂമിജിയുടെ മനസ്സിൽ ആദ്യ ഒരു നിമിഷം അങ്ങ് മാറി മറിഞ്ഞു. പകരം സഹതാപം നിറഞ്ഞു. സ്വന്തം വിഷമത്തേക്കാൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് വില കൊടുക്കുന്ന സ്വഭാവമായിരുന്നു ഭൂമിജിയുടേത്. അയ്യോ, അഞ്ജനയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് സാറേ? വലിയ പരിക്കൊന്നുമില്ലല്ലോ? ഇല്ല ഭൂമി, കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. നിന്നെ കാണാൻ പറ്റാത്തതിൽ എനിക്ക് സാരമില്ല സാറേ. സാർ അവിടെ നിൽക്ക്. അഞ്ജനെ തനിച്ചാക്കി ഇങ്ങോട്ടേക്ക് വരണ്ട. ഞാൻ പിന്നെ കണ്ടോളാം. ഫോണ് കട്ടാക്കി ഭൂമിജി ഒരു നിമിഷം ആലോചിച്ച് നിന്നു. കയ്യിലിരുന്ന ആ ഒരു മഞ്ഞച്ച കവറിലേക്ക് അവൾ ഒന്ന് നോക്കി. അതിനുള്ളിരിക്കുന്നത് വേറൊന്നുമല്ല, വേറൊരു കടലാസല്ല. തൻ്റെ അച്ഛൻ സ്വന്തം ചോര കൊണ്ടെഴുതിയ സത്യങ്ങളാണ്. അതേസമയം ഡോറ് തുറന്ന് മറുവശത്തെ മരത്തണലിങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന കറുത്ത കാറിനുള്ളിലേക്ക് കമാൽ ഭൂമിജയെ തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളിൽ ക്രൂരത തിളങ്ങി. ഇവളുടെ കയ്യിൽ ആ കത്തുണ്ട്. അച്യുതൻ മരിക്കുന്നതിന് മുൻപേ തന്നെ എഴുതി വെച്ച കത്ത്. അതിലെന്തൊക്കെയാ ഉള്ളതെന്നൊന്നും അറിയില്ല. ഭവാനി മാഡത്തിന്റെ പേരാ അതോ ഇനി അത് എന്തെങ്കിലും വിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഥ പിന്നെ അങ്ങ് തീർന്നു. അജയ് എത്തുന്നതിന് മുൻപേ തന്നെ ഇവളങ്ങ് തീർത്ത് കളയണം. ആ കത്ത് കൈക്കലാക്കണം. കമാൽ സ്വയം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ സ്റ്റിയറിംഗ് വീലിൽ അവനെങ്ങനെ കൈമുണക്കി. ഭൂമിജ പതുക്കെ നടക്കാൻ തുടങ്ങി. റോഡിലൂടെ നടക്കുന്ന സമയത്തും തൻ്റെ പിന്നിൽ ആരുമുണ്ട് എന്ന ഭയം അവളെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആരൊക്കെയോ തന്നിലേക്ക് കണ്ണു വെച്ചിട്ടുണ്ട്. അച്ഛൻ മരിക്കുന്നത് തൊട്ടു മുൻപ് തന്നെ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങിക്കേട്ടു. മോളെ ഭൂമി, എന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന രാക്ഷസന്മാർ നിന്നെയും വെറുതെ വിടില്ല. സൂക്ഷിക്കണം മോളെ. അതെ, അച്ഛനെ കൊന്നവൻ തന്നെയായിരിക്കും എന്നെയും പിന്തുടരുന്നത്. ഭൂമിജയുടെ ഉള്ളിൽ ഭയം തണുത്ത പാമ്പായി തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും തോറ്റുകൊടുക്കാനൊന്നും അവൾ തയ്യാറായില്ല. അജയ് സാറിന്റെ വീട്ടിലേക്ക് നേരിട്ട് പോവാൻ തന്നെ അവൾ ഉറപ്പിച്ചു. കമാൽ ദൂരെ നിന്ന് ഭൂമിജയെ ഇങ്ങനെ പിന്തുടരുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ ചെന്നു കയറുന്നത് അജയുടെ തറവാടിന്റെ വീട് വഴിയാണെന്ന് കണ്ടപ്പോൾ കമാലിന്റെ കണ്ണു തള്ളി. ഇവളിത് എങ്ങോട്ടേക്കായി പോകുന്നത്? ഭവാനി മേടത്തേത് വീട്ടിലേക്കോ? ഇവൾക്കെന്താ ഭ്രാന്തായോ? അങ്ങോട്ടേക്ക് ചെന്നാൽ പിന്നെ എനിക്ക് ഇവളെ തൊടാൻ പറ്റില്ലല്ലോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ മാഡം തനിയെ നോക്കിക്കോളും. എങ്കിലും എനിക്ക് ജാഗ്രത വേണം. കമാലി കാറിങ്ങനെ കുറച്ചകലെയാണെങ്കിലും നിർത്തി കാത്തിരുന്നു. ഭൂമിജ ഗേറ്റ് തുറന്ന് ആ വലിയ തറവാട്ട് വീട്ടുമുറ്റത്തേക്ക് ചുവടുകൾ വെച്ചു. പൂമുഖത്തെ മരത്തൂണിലും പടിയിലും കിടന്ന് അവളിങ്ങനെ കോളിംഗ് ബെല്ലടിച്ചു. കഥക് തുറന്നു കൊടുത്തത് സംഗീതയായിരുന്നു. വീട്ടിലെല്ലാവരും അഞ്ജനയുടെ അപകടത്തിൽ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. ഭൂമിയോ ഇത്രയും വൈകിയ നേരത്തെ എന്താ മോളെ? സംഗീത അത്ഭുതത്തോടെ ചോദിച്ചു. അകത്തിന്ന് സൗഭാഗ്യ മുത്തശ്ശി കുത്തിപ്പിടിച്ചിങ്ങനെ ഇറങ്ങി വന്നു. ഭൂമിജയെ കണ്ടപ്പോൾ ആ വൃദ്ധയുടെ മുഖത്ത് ആശ്വാസവും വാത്സല്യവും ഒരുപോലെ നിറഞ്ഞു. ആ മോളായിരുന്നോ? ഞാൻ കരുതി ആശുപത്രിയിൽ പോയവർ തിരികെ വന്നിരിക്കുകയാണെന്ന്. കയറി വാ മോളെ. എന്താ ഈ സമയത്ത്? അത് മുത്തശ്ശി, ഞാൻ അജയ് സാറെ കാണാൻ പോയതാ.
അപ്പോഴാ അഞ്ജനക്ക് പരിക്ക് പറ്റിയ അപകടത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞത്. അഞ്ജനക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് മുത്തശ്ശി? ഭൂമിജ ഉത്കണ്ഠയോടെ ചോദിച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. പടിഞ്ഞാറ്റി പടിയിറങ്ങുമ്പോൾ അവളൊന്ന് കാല് തന്നെ വീണതാ. അജയ് കൂടെയുള്ളത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നീ ഇരിക്കും മോളെ. സംഗീത, മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക്, മുത്തശ്ശി സ്നേഹത്തോടെ പറഞ്ഞു. അയ്യോ വേണ്ട മുത്തശ്ശി, എനിക്കൊന്നും വേണ്ട. അജയ് സർ എപ്പോഴാ വരിക എന്ന് അറിഞ്ഞാൻ വേണ്ടി വന്നതാ ഞാന്. അവൻ ഇപ്പോൾ വരും മോളെ. നീ കുറച്ചു നേരം ഇവിടെ ഇരിക്കുകയെന്ന് മുത്തശ്ശി ഭൂമിജിയുടെ കൈപിടിച്ച് അവിടെ അടുത്തിരുത്തി. വിശാലമായ ആ ഹാളിൽ ഭൂമിജിയിരുന്നു. സൗഭാഗ്യ മുത്തശ്ശി ഭൂമിജിയുടെ അകത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. ആ കണ്ണിലെ സങ്കടവും ഭാരവും മുത്തശ്ശിക്ക് വായിച്ചെടുക്കാമായിരുന്നു. മോളെ, അമ്മയുടെ കേസിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? ആ പാവം ഇപ്പോഴും ജയിലിൽ കിടക്കുവാണല്ലേ? മുത്തശ്ശി അനുകമ്പയോട് ചോദിച്ചു. എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശി. ഭൂമിജിയുടെ ശബ്ദമിടറി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എൻ്റെ അച്ഛനെ കൊന്നവൻ ആ കുറ്റം മുഴുവൻ അമ്മയുടെ തലയിലങ്ങ് കെട്ടിവെച്ചതാ. ഞങ്ങൾക്കറിയാം മോളെ, നിന്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അല്ല, നീ അജയോട് എന്തോ കത്തിന്റെ കാര്യം പറഞ്ഞതല്ലോ? ഭൂമിജ കയ്യിലിരുന്ന ആ ഒരു കവർ കുറച്ചും കൂടി മുറുക്കി പിടിച്ചു. അതേ മുത്തശ്ശി, ഇതാണ് ആ കത്ത്. അച്ഛൻ മരിക്കുന്നതിന് തൊട്ടു മുൻപ് എഴുതി വെച്ചതാ. താൻ ഏതു നിമിഷവും കൊല്ലപ്പെടാമെന്ന് അച്ഛൻ മുൻകൂട്ടി തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാ എല്ലാം വിശദമായി കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. സുരക്ഷിതമായി മാറ്റിവെച്ചതാ. എൻ്റെ ദൈവേ, എന്നിട്ട് അച്യുതൻ എന്താ മോളെ ഇത്രയും വലിയൊരു കാര്യം നേരത്തെ പറയാതിരുന്നത് എന്ന് മുത്തശ്ശൻ വിറക്കുന്ന കൈകളോട് ചോദിച്ചു. ഞാനും അമ്മയും ഭയന്നു പോകുമെന്ന് കരുതിയിട്ടായിരിക്കും അച്ഛൻ ഇത് മറച്ചു വെച്ചത്. പക്ഷേ മുത്തശ്ശി, എൻ്റെ കുടുംബത്തെ തകർത്തവരെ, എൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തവരെ ഞാൻ വെറുതെ വിടില്ല. അവരെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും. അച്ഛനെ കൊന്ന് എൻ്റെ അമ്മയെ ജയിലിലടച്ച ആ ക്രൂരന്മായ തൂക്കിലേറ്റുന്നത് വരെ എനിക്ക് സമാധാനമില്ല മുത്തശ്ശി. ഭൂമിജിയുടെ വാക്കിലെ കനലും ആത്മവിശ്വാസവും കേട്ട് മുത്തശ്ശി അവളുടെ തലയിലിങ്ങനെ തലോടി. ധൈര്യമായിരിക്കും മോളെ, ദൈവം നിന്റെ കൂടെ തന്നെയുണ്ട്. എത്ര ഒളിച്ചിരുന്നാലും ആ പാപികൾ ഒരു നാൾ നിയമത്തിന് മുന്നിൽ വരും. എന്നാൽ ആ സംഭാഷണങ്ങൾ മുഴുവൻ ജനലിന്റെ അപ്പുറത്ത് ഡൈനിങ് ഹാളിന്റെ മറവിൽ നിന്നും ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഭവാനി. ഭൂമിയുടെ ഓരോ വാക്കുകളും ഭവാനിയുടെ നെഞ്ചിൽ പ്രഹരമേൽപ്പിച്ചു. വിയർപ്പ് തുള്ളികൾ ഭവാനിയുടെ നെറ്റിയിലൂടെ ഇങ്ങനെ ഒഴുകിയിറങ്ങി. കൈകാലുകളൊക്കെ വിറക്കാൻ തുടങ്ങി. അച്യുതൻ എഴുതിയ കത്തോ? അതിൽ ഭവാനി എന്ന പേരുണ്ടെങ്കിൽ ദൈവമേ, എൻ്റെ ജീവിതം അവിടെ അങ്ങ് തീരും. അജയ് അത് കണ്ടാ പിന്നെ വെറുതെ വിടില്ല. ഭവാനിയുടെ ഉള്ളിൽ ഭയത്തിന്റെ പെരുമ്പറ കൊട്ടി. ഇനി ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല എന്ന് ഭവാനി ഉറപ്പിച്ചു. ഭൂമിജ എഴുന്നേറ്റു. മുത്തശ്ശി, അജയ് സർ വരാൻ ചിലപ്പോൾ വൈകും. എന്നാ ഞാൻ ഇറങ്ങട്ടെ? അയ്യോ, ഈ സമയത്ത് നീ ഒറ്റയ്ക്ക് എങ്ങനെയാ മോളെ പോകുന്നത്? അജയ് വരട്ടെ, അവൻ നിന്നെ കൊണ്ടുപോയി ആക്കിക്കോളും എന്ന് മുത്തശ്ശി പറഞ്ഞു തടഞ്ഞു. സാരല്ല മുത്തശ്ശി, ഞാൻ പോയിക്കോളാം. ഇനിയും വൈകിയാൽ പിന്നെ ബസ് കിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് തനിയെ പോകാൻ പറ്റില്ല. ഭൂമിജ സ്നേഹത്തോടെ നിരസിച്ചു. അവൾ അങ്ങനെ പടിയിറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭവാനി തിടുക്കത്തിൽ അങ്ങോട്ടേക്ക് ഓടി വന്നു. മുന്നിലേക്ക് വന്നു. ഭവാനിയുടെ മുഖത്ത് കൃത്യമായ ഒരു ചിരിയുണ്ടായിരുന്നു. ഭൂമി, മോളെ നീ പോവാണോ? ഭവാനി ചോദിച്ചു. അതെ ആൻറ്റി, ഞാൻ പോവാണ്. അല്ല മോളെ, നിന്റെ അച്ഛൻ എഴുതിയ ആ കത്തിൽ കൊലയാളിയെക്കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ആരാണത് ചെയ്തത് എന്ന് നിനക്ക് മനസ്സിലായോ? ഭവാനി ആകാംക്ഷയോട് ചോദിച്ചു. കൊലയാളി ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട് ആൻറ്റി. വിശദമായി തന്നെ സാറിനോട് ഞാൻ പറഞ്ഞോളാം. ഭൂമിജ തണുപ്പൻ മറ്റില്ലങ്ങ് മറുപടി നൽകി. എന്നാ ഒരു കാര്യം ചെയ്യുമോളെ, അജയ് വരാൻ വൈകുമല്ലോ. നീ ആ കത്തിങ്ങ് തന്നേക്ക്. അവൻ വരുമ്പോൾ ഞാൻ അത് നേരിട്ട് കൊടുത്തോളാം. നീ ധൈര്യമായി വീട്ടിലേക്ക് പോയിക്കോ എന്ന് ഭവാനി പറഞ്ഞ് കൈനീട്ടി. ഭൂമിജ ഒരു നിമിഷമൊന്ന് ആലോചിച്ചു. ഭവാനിയുടെ വാക്കുകളിൽ ആത്മാർത്ഥത തോന്നി. അവൾ പതുക്കെ ഭവാനിയുടെ കൈകളിലേക്ക് ആ കത്തങ്ങ് നീട്ടി. കവർ കയ്യിൽ കിട്ടിയ നിമിഷം ഭവാനിയുടെ മുഖത്ത് മിന്നി മറിഞ്ഞ് ഒരു രാക്ഷസീയമായ ആശ്വാസം ചിരിയുമായിരുന്നു. അവസാനം ഇതെന്റെ കയ്യിൽ കിട്ടിയല്ലോ എന്നൊരു ഭാവം. എന്നാൽ ആ ചിരി കണ്ടപ്പോൾ ഭൂമിജിയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിളർ പാഞ്ഞുപോയി. അച്ഛൻ്റെ അവസാന വാക്ക് വീണ്ടും അവളുടെ ആ ഓർമ്മയിലേക്ക് ഇരിച്ചു കയറി. മോളെ, കൂടെ നിൽക്കുന്നവരെ പോലും കണ്ണടച്ച് വിശ്വസിക്കരുത്. ആരാണ് നമ്മളെ ചതിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സ്വന്തം ആളുകൾ പോലും ലാഭത്തിന് വേണ്ടി നമ്മളെ പിന്നിൽ നിന്ന് കുത്തും. ഭവാനിയുടെ കണ്ണിലെ ക്രൂരമായ ഭാവം കണ്ട് ഭൂമിജ അടുത്ത സെക്കൻഡിൽ തന്നെ ഭവാനിയുടെ കയ്യിലിരുന്ന ആ കത്തങ്ങ് ബലമായി തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. ഭവാനി ഞെട്ടിപ്പോയി. അയ്യോ മോളെ, നീ എന്താ ഈ കാണിക്കുന്നത്? എന്താ പെട്ടെന്നത് തിരിച്ചു വാങ്ങിച്ചത്? ഭൂമിജ കത്തിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളിൽ സംശയവും ജാഗ്രതയും നിറഞ്ഞു നിന്നു. വേണ്ട ആൻറ്റി, ഈ കത്ത് ഞാൻ തന്നെ അജയ് സാറിന്റെ കയ്യിൽ നേരിട്ട് ഏൽപ്പിച്ചോളാം. അച്ഛൻ ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ആരെയും വിശ്വസിക്കരുത് എന്ന്. കൂടെ നിൽക്കുന്നവർ പോൽ ചതിച്ചേക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ സാറിന് തന്നെ ഇത് കൊടുക്കാം. വരട്ടെ ആൻറ്റി. ഇടിയേറ്റതുപോലെ ഭവാനി അങ്ങ് തറഞ്ഞു നിന്ന് പോവാണ്. കയ്യെത്തും ദൂരത്ത് കിട്ടിയ ജീവന്റെ പിടിവള്ളിയാണ് തട്ടിപ്പറിച്ച് പെട്ടിരിക്കുന്നത്. ഭൂമിയിൽ നടക്കുന്ന സമയത്തന്നെ ഭവാനിയുടെ ഉള്ളിൽ ഭയവും ദേഷ്യവും അണപൊട്ടിയൊഴുകി. ഭൂമിജ ഗേറ്റ് കിടന്ന് പുറത്തേക്ക് പോയപ്പോൾ ഭവാനി പാഞ്ഞ് അകത്തേക്ക് കയറി ഫോൺ എടുത്ത് വിറക്കുന്ന കൈകളോട് നേരെ കമാലിന്റെ നമ്പറിൽ അങ്ങ് പ്രസ് ചെയ്യാണ്. ഹലോ കമാലെ, ഭവാനി അലറി. പറയൂ മാഡം, അവൾ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കമാല് മറുപടി നൽകി. കമാലെ, അവൾ ആ കത്തുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് അഞ്ജനയുടെ കയ്യിലെത്താൻ നമ്മൾ രണ്ടുപേരും അങ്ങ് ജയിലിൽ കിടന്ന് ചാവേണ്ടി വരും. എൻ്റെ കയ്യിൽ കിട്ടിയതാ. അത് അവസാന നിമിഷം അവൾ തന്നെ അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. ഇനി ഒട്ടും സമയം കളയാനില്ല. ഞാൻ എന്താ മാഡം ചെയ്യേണ്ടത്? ഇപ്പം തന്നെ നീ അവളെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം. ഒരു അപകടമാണെന്നേ ആർക്കും തോന്നാവുള്ളൂ. ആക്സിഡന്റിൽ അവളും അങ്ങ് തീരണം. അവളുടെ കയ്യിലിരുന്ന കത്തും അങ്ങ് കത്തിച്ചാമ്പലാവണം. ഒരു തെളിവും ബാക്കിയുണ്ടാവരുത്. കേട്ടോടാ?
ധൈര്യമായിട്ടിരിക്ക് വേണം. ഇനി ഭൂമിജ ജീവനോടെ വീട്ടിലേക്ക് എത്തില്ല. അവളുടെ കഥ ഞാൻ ഇന്നങ്ങ് കഴിക്കും. കമാൽ അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇതേ സമയം ആശുപത്രിയിൽ അഞ്ജന ഡിസ്ചാർജിന്റെ നടപടികൾ ഇങ്ങനെ പൂർത്തിയാകിയിരുന്നു. സത്യദാസും അജിയും ചേർന്ന് അവളെ കാറിലേക്ക് കയറ്റി. അഞ്ജനയുടെ കയ്യിലെ ബാൻഡേജ് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരുന്നു. കാറിൽ യാത്ര ചെയ്യുമ്പോൾ സത്യദാസ് അഞ്ജനയോട് ദേഷ്യപ്പെട്ടു. നീ എന്ത് പരിപാടിയാണ് മോളെ കാണിച്ചത്? പടിഞ്ഞാറ്റപ്പിടയിൽ അത്രയും വേഗത്തിൽ ഇങ്ങനെ ഒറ്റയൊടിക്ക് ഓടിയെന്ന് നിനക്കെന്താ ഭ്രാന്താണോ? അല്പം ശ്രദ്ധയൊക്കെ വേണ്ടേ? അത് പിന്നെ അങ്ങളെ അജയ് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അഞ്ജന മുഖം വീർപ്പിച്ചു. അവൻ അവിടെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ടല്ലേ പോകുന്നത്? ഒരു പെണ്ണ് വിളിച്ചെന്നും പറഞ്ഞേ അവൻ ഇറങ്ങിയപ്പോൾ നിനക്കെന്താ കുശുമ്പ് പൂത്തുമല്ലേ? അത് പിന്നെ ഭൂമിജയല്ലേ വിളിച്ചത് എന്ന് അഞ്ജന പിറുപിറുത്തു. അതെ, ഭൂമിജ തന്നെയാണ് വിളിച്ചത്. അവൾ വെറും ഒരു പെണ്ണല്ല അഞ്ജനെ. സ്വന്തം അച്ഛൻ കൊല്ലപ്പെട്ട് അമ്മ കൊലക്കുറ്റത്തിന് ജയിലിൽ കിടന്ന് നീറുമ്പോൾ തുണയില്ലാതെ നിൽക്കുന്ന ഒരു പാവം പെൺകുട്ടി അവളെ സഹായിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? അതിന് അസൂയപ്പെട്ടിട്ട് നീ കാണിച്ച വിഡ്ഢിത്തം കൊണ്ടാ ആർക്കാ നഷ്ടം? സത്യദാസിന്റെ വാക്കിൽ വലിയ കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. അഞ്ജന തല താഴ്ത്തി. അജയ് ഒന്നും മിണ്ടിയില്ല. അവന്റെ ചിന്തകൾ മുഴുവൻ ഭൂമിജയെ കുറിച്ചായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ സത്യദാസും അജയും ചേർന്ന് അഞ്ജനെ അകത്തേക്ക് കൊണ്ടുപോയി. ഭവാനി അവിടെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഭയത്തോടുകൂടെ നോക്കി നിന്നു. സൗഭാഗ്യ മുത്തശ്ശി അഞ്ജനയുടെ അടുത്തേക്ക് വന്നു. മോളെ അഞ്ജനെ. മോനെ അജയ്, എന്തു പറ്റി? നിന്നെ കാണാൻ ഭൂമിജ ഇവിടെ വന്നിരുന്നു മോനെ. ഭൂമിയോ? എവിടെ? അജയ് ഞെട്ടിപ്പോയി. അതെ, നിന്നെ കാണാൻ അച്ഛൻ്റെ കത്തുമായിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. നീ വരാൻ വൈകുമെന്ന് കണ്ടപ്പോൾ അവൾ പോയി. നിന്നെ നേരിട്ട് കണ്ടോളാമെന്നാ പറഞ്ഞത്. അജയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിളർ പറഞ്ഞു പോയി. ഭൂമി ആ കത്തുമായി തനിച്ചാണ് യാത്ര ചെയ്യുന്നത്. അവളെ കൊല്ലാൻ നടക്കുന്നവർ പുറത്തുമുണ്ട്. ദൈവമേ, അവൾ അപകടത്തിലാ. അജയ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്താ മോനെ നീ പറയുന്നത്? മുത്തശ്ശി പരിഭ്രമത്തോട് ചോദിച്ചു. മുത്തശ്ശി, ഭൂമിയെ കൊല്ലാൻ ആരോ നടക്കുന്നുണ്ട്. ആ കത്ത് അവളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കഴിയും. എനിക്കിപ്പോൾ തന്നെ പോകണം. ഭവാനി പരിഭ്രമം മറച്ചു വെച്ച് മുന്നോട്ട് വന്നു. അയ്യോ അജയ്, ഈ രാത്രിയിൽ നീ എങ്ങോട്ടേക്കായി പോകുന്നത്? അഞ്ജനക്ക് പരിക്ക് പറ്റി കിടക്കുമല്ലേ? എനിക്ക് പോയേ പറ്റൂ ആൻറ്റി. ഭവാനിയുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കാതെ അജയ് പുറത്തേക്ക് പോയി. തൻ്റെ ജീപ്പിൻ്റെ ചാവിയെടുത്ത് അജയ് പോർച്ചിലേക്ക് പാഞ്ഞു. എഞ്ചിൻ ഇരുമ്പുന്ന ജീപ്പിൻ്റെ ആ ഒരു ഗേറ്റ് കടന്ന് റോഡിലേക്ക് അങ്ങ് പാഞ്ഞു പോവാണ്. ഭവാനി നെഞ്ചിലിങ്ങനെ കൈവച്ച് പ്രാർത്ഥനയോടെ കൂടെ നിന്നു. കമാൽ അവളെ തീർത്തിട്ടുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ തെരുവ് വിളക്കുകൾ അപൂർവമായി മാത്രം കത്തുന്ന ആ വിജനമായ റോഡിലൂടെ ഭൂമിജ വേഗത്തിൽ നിന്ന് നടക്കുമായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഭൂമിജി ആ കത്തിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് നടക്കുന്നത്. പെട്ടെന്ന് തന്നെ പിന്നിൽ ഒരു വലിയ വണ്ടിയുടെ ഇരുമ്പൽ കേട്ടു. അവൾ തിരിഞ്ഞു ദൂരെ നോക്കി നിൽക്കുന്ന സമയത്തിന് ലൈറ്റുകളൊക്കെ ഇങ്ങ് തെറിഞ്ഞു. ഒരു കറുത്ത വണ്ടി അമിത വേഗത്തിൽ ഇങ്ങ് പാഞ്ഞെടുക്കുന്നു. ആ വെളിച്ചത്തിൽ അവളുടെ കണ്ണങ്ങ് അഞ്ചിപ്പോയി. കമാലായിരുന്നു ആ വണ്ടിയിൽ. അവന്റെ മുഖത്ത് ക്രൂരമായൊരു ഭാവമുണ്ടായിരുന്നു. ഇന്ന് നിന്റെ അവസാന ദിവസമാടി ഭൂമി. അവൻ ആക്സിലേറ്റർ മുഴുവനായി അമർത്തി വണ്ടി ഭൂമിജയെ ലക്ഷ്യമാക്കി അങ്ങ് പാഞ്ഞടിച്ചു. ഭൂമിജ പേടിച്ചങ്ങ് വേച്ചോടാൻ തുടങ്ങി. ഓടാൻ ശ്രമിച്ചുവെങ്കിലും അവളുടെ കാലുകളൊക്കെ തളർന്നു പോയിരുന്നു. മരണം കൺമുന്നിൽ കണ്ട നിമിഷം അവൾ കണ്ണുകളൊക്കെ അടച്ചങ്ങ് നിലവിളിച്ചു. അച്ഛാ! തൊട്ടടുത്ത നിമിഷം തന്നെ റോഡിൽ മറ്റൊരു വശത്ത് നിന്ന് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ആ ഒരു ലൈറ്റോടുകൂടെ തന്നെ വലിയൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒരു പോലീസ് ജീപ്പ് അങ്ങ് പാഞ്ഞു വന്നു. അജയ് ആയിരുന്നു അത്. കമാലിന്റെ വണ്ടി ഭൂമിജയെ ഇടിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ അജയുടെ ജീപ്പ് കുത്തിനങ്ങ് തിരിച്ച് കമാലിന്റെ കാറിനങ്ങ് മുന്നോട്ട് ക്രാഷ് അങ്ങ് ചെയ്യിപ്പിച്ചു. ഭീകരമായൊരു ശബ്ദത്തോടു കൂടി തന്നെ രണ്ട് വണ്ടികളും അങ്ങ് കൂട്ടിയിടിച്ചു. കമാലിന്റെ അജയ് തിടുക്കത്തിൽ ജീപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കമാൽ തല അങ്ങനെ കട്ടിങ്ങിൽ അടിച്ച് ബോധരഹിതനായി കാറിനുള്ളിൽ തന്നെ കിടക്കുമായിരുന്നു. അജയ് ഓടി ഭൂമിജിയുടെ അടുത്തേക്ക് ചെന്നു. ഭൂമി പേടിച്ചിങ്ങനെ തറയിലിരുന്ന് വിറക്കുന്നുണ്ടായിരുന്നു. ഭൂമി, പേടിക്കണ്ട, ഞാൻ വന്നു. ഞാനാ അജയാണ്. അജയ് അവളെ ചേർത്ത് പിടിച്ചു. അജയുടെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഭൂമിജിയുടെ കണ്ണുകളൊക്കെ തുറന്നു. അവൾ അജയ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. സാറേ, അവൻ എന്നെ കൊല്ലാൻ നോക്കി സാറേ. എൻ്റെ അച്ഛനെ കൊന്നവൻ തന്നെയാ ഇത്. സാരമില്ല ഭൂമി, ഇനി നിന്നെ തൊടാൻ ആർക്കും പറ്റില്ല. ഞാൻ നിന്റെ കൂടെയുണ്ട്. അജയ് അവളെ ആശ്വസിപ്പിച്ചു. പതുക്കെ കരച്ചിലിടയിൽ ഭൂമി തൻ്റെ കയ്യിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ആ ഒരു മഞ്ഞച്ച കവർ എടുത്തു. അങ്ങനെ ആ കവർ വിറക്കുന്ന കൈകളോടുകൂടെ അജയ് ഇങ്ങനെ നീട്ടി വാങ്ങാണ്. സാറേ, ഇതാണ് എൻ്റെ അച്ഛൻ്റെ കത്ത്. ഇതിലുണ്ട് അച്ഛനെ കൊന്നവളുടെ പേരും എല്ലാം. എൻ്റെ അമ്മയെ ജയിലിലാക്കിയ ആ ഒരു ചതിയുടെ സത്യങ്ങളും എല്ലാം തന്നെ ഇതിലുണ്ട് സാറേ. ഇത് സാറിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. അജയ് ആ കത്ത് കൈനീട്ടി വാങ്ങി. അവൻ്റെ കണ്ണിൽ അനീതിക്കെതിരെയുള്ള ദേഷ്യവും പ്രതികാരവും തിളങ്ങി. അങ്ങനെ ഈ കത്തിന് എൻ്റെ കയ്യിലാണ് ഭൂമി. നിന്റെ അച്ഛന് നീതി കിട്ടും. നിന്റെ അമ്മയെ ഞാൻ ജയിലിൽ നിന്നും ഇറക്കും. ഇതിന് പിന്നിൽ ആരായാലും, അത് ഇനി എത്ര വലിയ കൊമ്പനാണെങ്കിലും, എൻ്റെ സ്വന്തം കുടുംബത്തിലുള്ളവരാണെങ്കിൽ പോലും അവരെ ഞാൻ ഈ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരും. അവരെ ഞാൻ തൂക്കിലേറ്റും. ഇത് ഈ അജയുടെ വാക്കാണെന്നൊക്കെ പറഞ്ഞ് ആ രാത്രി അജയ് ഭൂമിജയ്ക്ക് വാക്ക് കൊടുക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.